ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള ബാമർ ലോറിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ബാമർ ലോറി എന്ന് പറയുന്ന കമ്പനി എന്താണെന്നതിനെ കുറിച്ചിട്ടും എങ്ങനെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം അതിനെ കുറിച്ചിട്ടൊക്കെ വിശദമാകുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി BA BTech ഒക്കെ കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലാത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബറിൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ കുറച്ച് വീഡിയോസ് നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നുണ്ട്. അത്രയും വീഡിയോസും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഓക്കെ, ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കമ്പനി എന്താണെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പം ചില ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ തന്നെ അവരുടെ എന്താണ് ഫംഗ്ഷനിങ് ഏരിയാസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടിക്കറ്റിംഗ്, വെക്കേഷൻസ്, ഗ്രീസസ് ആൻഡ് ലൂബ്രിക്കൻസ്, ലോജിസ്റ്റിക് സർവീസസ്, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, കോൾഡ് ചെയിൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ പാക്കേജിങ്, ദെൻ കെമിക്കൽസ്, റിഫൈനറി ഓയിൽ ഫീൽഡ് സർവീസ്, ഇതൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷനിങ് ഏരിയ. അപ്പോൾ ഈ കമ്പനി സ്ഥാപിതമായ ഇതൊക്കെ നിങ്ങൾക്ക് കമ്പനി ഇത് അവിടെ പോയാൽ കമ്പനി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അബൌട്ടസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ബോർഡിൽ ആരൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ചിട്ടൊരു എന്താണ് വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 1867 ഫെബ്രുവരി 1 ഈ ഒരു കമ്പനി കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. 2 സ്കോട്ട്സ്മാൻ ആണ് ഇത് സ്ഥാപിതമാക്കിയ ആളുകൾ. 2 പേര് ഒന്ന് ഇവിടെ കാണാൻ സ്റ്റീഫൻ ജോർജ് ബാമറും ഒന്ന് അലക്സാണ്ടർ ലോറി എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇത് ബാമർ ലോറി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ഇത് നമ്മുടെ മിനിരത്ന കാറ്റഗറിയിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് നിലകൊള്ളുന്നത്. അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് കീഴിലാണ് ഫംഗ്ഷനിങ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആനുവൽ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ കൂടെ, പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റീൽ ബാരൽസ്, അതുപോലെ ഇതൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഇപ്പോൾ ഇവരുടെ ഏരിയാസ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഗ്രീസ്, അതുപോലെ ലുബ്രിക്കൻസ്, അതുപോലെ കോർപ്പറേറ്റ് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് സർവീസസ്, ഇത് കൂടാതെ തന്നെ കെമിക്കൽസിലും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രവർത്തന മേഖലകളാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വന്നിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 18 വന്നിരിക്കുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനും സെയിം ഡേ ആണ് കേട്ടോ, ഫെബ്രുവരി 18. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പറയാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണാം. ദെൻ ഈ 2 നോട്ടിഫിക്കേഷനും ഫുള്ള് കംപ്ലീറ്റ്ലി പറഞ്ഞതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് കീഴിലുള്ളതാണ്. അപ്പോൾ ഇതിന് 3 ഇയർ ആയിട്ടുള്ള ഫിക്സ്ഡ് ടേം, അതായത് നിങ്ങൾക്ക് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ വിസ നിങ്ങൾക്കിവിടെ കാണാം. FTO 1, 2 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, അതിൻ്റെ ഗ്രേഡ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും പോസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സെക്ടർ എവിടെയാണ്, നമുക്ക് ട്രാവലിലാണ്, അത് മുംബൈ ആയിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എനി ഗ്രാജുവേറ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിഷയത്തിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. ജൂനിയർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഫ്രഷർ ഫ്രഷറിനും അപ്ലൈ ചെയ്യാം. ഈ FTO 1 ഇവിടെ 2 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം FTO 1 or 2 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ FTO 1ലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി FTO 2 ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ഈ പറയുന്ന വിസ പ്രോസസ്സിങ്ങിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതാണ് FTO 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം FTO 2ക്ക് എന്താണ് കുറച്ചുകൂടെ റെമ്യൂണറേഷൻ കൂടും. അപ്പോൾ FTO 1ലാണ് നിങ്ങൾ സെലക്ട് ആകുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പേയ്മെൻറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ FTO 1 ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊക്കെ പ്രിഫേർഡ് എക്സ്പീരിയൻസ് നിർബന്ധമല്ല, അതുണ്ട് നല്ലതാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഓഫീസർ ട്രാവലാണ്. ഇത് FTO 2 കാറ്റഗറിയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ഒക്കെ സെയിം ആണ്. മുംബൈയും ഇൻഡോറും ആണ് വന്നിരിക്കുന്നത് ട്രാവൽ തന്നെ.
ഇവിടെ കാണാൻ നിങ്ങൾക്ക് എനി ഗ്രാജുവേറ്റ് ആണ്, ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക, BA BCom BSc എനിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. അത് FTA 2 ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്, ഈ ട്രാവൽ ഡൊമൈനുമായി ബന്ധപ്പെട്ടുള്ള ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എന്ന് പറയുന്നത് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, പ്ലസ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ കൂടെ അയാട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ എന്താ പറയുക ഒരു മുൻഗണന ഉണ്ടാവും. അത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇതും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മാൻഡറ്ററി അല്ല, ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളതാണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സ്പീരിയൻസ് 2 വർഷത്തെ ഈ ട്രാവലുമായി ബന്ധപ്പെട്ടുണ്ടായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഓഫീസർ ട്രാവൽ FTA 2 ആണ്. ഒരു വേക്കൻസിയാണ്, 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്കും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ട്രാവൽ ആൻഡ് ഹോട്ടൽ ഡൊമൈനുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ 2 കോളം നമ്മൾ നോക്കൂല കേട്ടോ, കാരണം അത് നിർബന്ധമല്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പാട് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അസിസ്റ്റന്റ് മാനേജർ ട്രാവലാണ്, ഒരു വേക്കൻസിയാണ്, മുംബൈ ആണ്. 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് MTM ഓർ ഇക്വലൻ്റ്, അതല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ. ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, ഓക്കെ, ടൂറിസം മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ BA or BTech ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ യോഗ്യത എങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഈ പറയുന്ന 2 വർഷത്തെ ട്രാവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ളവരാണെങ്കിൽ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അടുത്തത് 5ാമത്തെ വരുന്നത് അസിസ്റ്റന്റ് മാനേജറാണ് ട്രാവൽ. ഇതിൽ 2 വേക്കൻസി ഉണ്ട്, 32 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ നേരത്തെ മുകളിൽ പറഞ്ഞ ഇതിൻ്റെ അതേ ക്വാളിഫിക്കേഷനാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് എന്താണ് എക്സ്പീരിയൻസും സെയിം രീതിയിൽ തന്നെയാണ്. ഡിഗ്രി ആണെങ്കിൽ 4 വർഷം, ഈ പറയുന്ന MTMO അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന MBA അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അല്ല ഏതെങ്കിലും വിഷയത്തിൽ മറ്റു വിഷയത്തിൽ BA BCom BSc ഒക്കെ ആണെങ്കിൽ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അസിസ്റ്റന്റ് മാനേജർ FTA 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് അഹമ്മദാബാദാണ് വരുന്നത്. 32 ഏജ് ലിമിറ്റ് വരുന്നത്. മുകളിൽ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷൻ ആണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ അസിസ്റ്റന്റ് മാനേജർ ട്രാവൽ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജൂനിയർ ഓഫീസർ സെയിൽസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂരാണ്, 30 ഏജ് ലിമിറ്റ്, ഒരു വേക്കൻസി ഉള്ളൂ. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷർ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്, അതായത് ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന അവർ കൊടുക്കുന്നതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്. അത് നിർബന്ധമല്ല, ഇത് രണ്ടും നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ട്രൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഓഫീസർ വിസ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു വേക്കൻസിയാണ്, 30 ഏജ് ലിമിറ്റ്, ചെന്നൈ ആണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി വേണം, പ്ലസ് 2 വർഷത്തെ എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം വിസ പ്രോസസ്സിങ്ങിലുള്ള. ഓക്കെ, ഇനി അടുത്തത് ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചെന്നൈ ആണ്, 30 ഏജ് ലിമിറ്റ്, ഒരു വേക്കൻസി, ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഓഫീസർ സെയിൽസ് ആണ്, FTA 2 ആണ്, 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് ഡൽഹി ആണ്. ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ജൂനിയർ ഓഫീസർ സെയിൽസ് ആണ്. ഇതിലേക്ക് മുംബൈ ആണ് വേക്കൻസി, ഒരു വേക്കൻസി ആണുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഓഫീസർ സെയിൽസ് തന്നെയാണ്, ഇത് ഡൽഹിയിൽ തന്നെയാണ്. ഇതിലേക്ക് ഇത് വ്യത്യാസം വരും കേട്ടോ, ഇതിൻ്റെ സെക്ടർ വ്യത്യാസം വരും. ഇത് വെക്കേഷൻ ആണെങ്കിൽ ഇവിടെ ട്രാവൽ ആണ് വരുന്നത്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്, 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അസിസ്റ്റന്റ് മാനേജർ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വിജയവാഡാണ്. ഇതിലേക്ക് 32 വയസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ MTM അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറോ ആർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളവ. ഇനി ജൂനിയർ ഓഫീസർ സെയിൽസ് നിങ്ങൾക്ക് വിജയവാഡ തന്നെയാണ്, 30 ഏജ് ലിമിറ്റ്, ഒരു വേക്കൻസിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഫ്രഷറാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ സംഭവം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഇവിടെ 10 ഈ ഒരു സ്കീമാണത്. അതായത് നമ്മൾ 10ാം ക്ലാസ് പ്ലസ് എന്താണ് +2 ദെൻ ഈ ഡിഗ്രി, ഇങ്ങനെ ഈ ഒരു സ്കീമിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഗുലറായിട്ട് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 അത് കഴിഞ്ഞിട്ട് ഡിഗ്രി അങ്ങനെ ചെയ്തവരായിരിക്കണം എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതിൽ വേറെ സംഭവമൊന്നുമില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫ്രഷർ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ,
ദെൻ അടുത്തത് ജൂനിയർ ഓഫീസർ ട്രാവലാണ്. ഇതിലേക്ക് അഹമ്മദാബാദാണ്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷറിനും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് നിർബന്ധമില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് മാനേജർ സെയിൽസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂർ ആണ്. ഇതിലേക്ക് നേരത്തെ പോലെ MTM അല്ലെങ്കിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ എന്തെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ്, BA BCom BSc അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് സെയിം ആണ്. അതുകൊണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ അത് ഉൾക്കൊള്ളിക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3, PWD ശാരീരികമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്സ് സർവീസ്മാനും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഏജ് റിലാക്സേഷനും റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കുക. SC/ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ PWD ഏത് IWS ഏതാച്ചാൽ നിങ്ങൾ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ വഴിയാണ് നിങ്ങൾ അറിയിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ യാത്രാ ചിലവ് എത്രയാണോ ആയത് അത് കമ്പനി തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ എന്താണ് നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോം അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടാവും. ആ സമയത്ത് നമുക്കത് തിരിച്ച് നൽകുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത 2ാമത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയാം. 2ാമത്തെ നോട്ടിഫിക്കേഷനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ജൂനിയർ ഓഫീസർ, നിങ്ങൾക്കൂടെ കാണാം ഓപ്പറേഷൻ ആൻഡ് പ്രൊജക്ട് ലോജിസ്റ്റിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്, കൊൽക്കത്തയാണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഫുൾ ടൈം ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷറിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഫ്രഷറിനും അപ്ലൈ ചെയ്യാം. ഇത് രണ്ടും ആവശ്യമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, അത് നിർബന്ധമല്ല. ഓക്കെ, ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പ്രിഫേർഡ് ക്വാളിഫിക്കേഷനിൽ ഈ പറയുന്ന G കാർഡൊക്കെ ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടെ എന്താണ് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമല്ല, മാൻഡറ്ററി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നോക്കാത്തത്. ഇനി ജൂനിയർ ഓഫീസർ ഓപ്പറേഷനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വിശാഖപട്ടണമാണ്. 30 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ജൂനിയർ ഓഫീസർ നിങ്ങൾക്ക് C ആണ്, ഇവിടെ കാണാൻ പറ്റും. ലോജിസ്റ്റിക് സർവീസ് ആണ്, ഇവിടെ കാണാം. 30 ഏജ് ലിമിറ്റ്. ഫുൾ ടൈം ഡിഗ്രി തന്നെയാണ് വേണ്ടത്. ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ജൂനിയർ ഓഫീസർ IT സപ്പോർട്ടാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ചെന്നൈ ആണ്. 30 ഏജ് ലിമിറ്റ്, ഒരു വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അത് ഏതാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജൂനിയർ ഓഫീസർ IT സപ്പോർട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ നിർബന്ധമൊന്നുമില്ല. BCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, MCA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷറിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ ഓഫീസർ നിൽക്കണം സെക്രട്ടറിയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 30 ഏജ് ലിമിറ്റ്, കമ്പനി സെക്രട്ടറി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇതിൽ ഫ്രഷറിനും അപ്ലൈ ചെയ്യാം. FTA 1 ആണെങ്കിൽ, 2ലേക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേതിൻ്റെത് നമുക്ക് റെമ്യൂണറേഷൻ അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ടേബിളിൽ റെമ്യൂണറേഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കി ഏകദേശം ഒരു ധാരണ കിട്ടും. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻ ആൻഡ് പ്രൊജക്ട് ലോജിസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ 38,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ടാണ്. 38,226 രൂപ. അതിൻ്റെ മാക്സിമം CTC കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്ന് നിങ്ങൾക്ക് നോക്കാം. എന്തായാലും ഒരു 35,000 മുകളിൽ നമുക്ക് സാലറി ഇപ്പോൾ എല്ലാ പോസ്റ്റിലും ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത ഘട്ടം നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അതിനായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ബാമർ ലോറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ റിക്രൂട്ട്മെന്റ് 2026. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 13 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 13 ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴെ വന്നാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് ഇവിടെ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത്. ഇനി നോട്ടിഫിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഇതാ നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് കാണിക്കാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ആദ്യം ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ പറയുന്ന ബാമർ ലോറിയുടെ എന്താണ് കരിയർ പേജിലേക്കാണ് നമ്മൾ വരിക. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. കറണ്ട് ഓപ്പണിങ്സ് ആണിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ വേക്കൻസികളും ഉണ്ട്. താഴോട്ട് നീക്കിയാൽ പേജ് 3 വരെ നിങ്ങൾക്ക് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ 2 നോട്ടിഫിക്കേഷനിലും ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വ്യൂ ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ,
PDF ഓരോന്നിൻ്റെ അവിടെ വ്യൂ ഫയൽ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്കിവിടെ കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ലിങ്ക് ഉണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ പേര് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒന്ന് സൂം ആക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുക. പിന്നെ യൂസർ നെയിം നിങ്ങളിവിടെ കൊടുക്കുക. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മെയിൽ ID കൊടുക്കുക, റിപ്പീറ്റ് മെയിൽ ID ഇത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുത്താൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നേരെ ലോഗിൻ പേജിലേക്ക് പോയിട്ടില്ലെങ്കിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ യൂസറായിട്ട് കൊടുത്താൽ മെയിലായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിന് നിങ്ങൾ ക്രിയേറ്റ് പാസ്വേഡ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗ് ഓൺ എന്ന് കൊടുക്കുക. അങ്ങനെ ലോഗിൻ ചെയ്താൽ അതിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലാണ് കയറൽ. ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള വാക്കൻസി എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ചെയ്യാം. ഇനി അതല്ല ഓപ്പൺ ആയിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്പൺ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം. കാരണം നമുക്ക് അതിലൊരു ഒരുപാട് സമയം ഇരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ വീഡിയോ ചെയ്ത് കാണിക്കാം. കൂടുതൽ കമൻറ്റ് വേണം, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മെമ്പേഴ്സ് ഓൺലി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അപേക്ഷ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. പിന്നെ മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അവർക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.